അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മൾ പഠനം പതിനും ക്ലാസ്സിലൂടെ നമുക്ക് ഇന്ന് ഖാൻ കരിക്കോട് സാറിന്റെ വിഷയം നമ്മൾ പുതിയൊരു എപ്പിസോഡ് തുടങ്ങിയതാണ്. അതായത് നിസാരമല്ല നിക്കാഹ്, കളിയല്ല നിക്കാഹ് എന്ന് നാടൻ ഭാഷയിൽ പറയുന്ന പോലെ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു. ആ നിക്കാഹിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണമെന്നാണ് നമ്മുടെ സാറ് നമുക്ക് പറഞ്ഞു തന്നത്. അതായത് ഒന്നാമത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ടെന്ന്, ഒരുപാട് വ്യത്യാസങ്ങൾ പറയും. ഇന്ന് നമുക്ക് അറിയേണ്ടത് ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരത്തിൽ, അതായത് വാക്കുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആരാണ്, സ്ത്രീയാണോ പുരുഷനാണോ, അതേപോലെ കുറേ കാര്യങ്ങൾ സാറെ അറിയാനുണ്ട്. അപ്പോൾ അതൊന്ന് സാറൊന്ന് വിശദീകരിച്ചാൽ ഉപകാരം. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംസാരത്തിന്റെ രീതികളെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ നമുക്ക് അതിന്റെ യഥാർത്ഥത്തിലുള്ള വ്യത്യാസം, ഇപ്പൊ ഈ ഭാഷ ഉപയോഗിക്കുന്നതിൽ സ്ത്രീകളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതായത് ഭാഷാ പ്രാവീണ്യം എന്ന് വെച്ചാൽ പെൺകുട്ടികളാണ് പെട്ടെന്ന് സംസാരം തുടങ്ങുന്നത്. ജനിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ സമയമുണ്ടാകും. പിന്നെ ബുദ്ധിപരമായ കാര്യം എടുത്താൽ സ്ത്രീയും പുരുഷനും ഒക്കെ ഒരുപോലാണ്. പക്ഷേ വാചകങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ, പഠനത്തിൽ, ഇപ്പൊ നമ്മൾ ഖുർആൻ ഓതുന്ന കാര്യത്തിലായാലും സ്ത്രീകളാണ്, അപ്പൊ നേരത്തെ അതുപോലെ ഈ മറ്റേ ഭൗതിക വിദ്യാഭ്യാസത്തിലായാലും കൂടുതൽ റാങ്കുകളൊക്കെ വാങ്ങിക്കുന്നതും പെൺകുട്ടികളാണ്. പക്ഷെ ഈ വേറൊന്നിലോട്ട് വരുമ്പോൾ അത് കുറഞ്ഞു പോകും. കാരണം വെച്ചാൽ കണക്കുകൾ, യുക്തി ഉപയോഗിക്കേണ്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ SLC ഒക്കെ എല്ലാത്തിനും A+ മേടിച്ച കുട്ടികൾ സയൻസ് അല്ലെ കണക്കിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ചില കുട്ടികൾ എഞ്ചിനീയറിംഗ് ക്ലാസ്സുകൾ എടുത്ത് പഠിക്കുമ്പോൾ അവർ പുറകോട്ട് പോകുന്നതായിട്ട് കാണും. കാരണം എന്താ അറിയാൽ, എഞ്ചിനീയറിംഗ് ടെസ്റ്റുകളിൽ പുറകോട്ട് പോകുന്നു. കാരണം അവർക്ക് ഈ യുക്തി ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇത്തിരി അല്പം പുറകോട്ടാണെന്ന് ശാസ്ത്രീയമായൊരു വീക്ഷണം കണ്ടത്. പക്ഷേ ഈ വ്യാകരണം, ഇപ്പോൾ നമ്മൾ സംസ്കൃതം എടുത്ത് പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികളുണ്ട്, അവർ നന്നായിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റും. കാരണം അതിനകത്ത് വ്യാകരണ നിയമങ്ങൾ ഒത്തിരി ഉണ്ട്. സംസ്കൃതം പഠിക്കുന്ന, ഞാനും കഴിഞ്ഞൊരു ദിവസം എൻ്റെ കുട്ടികളെ പരിചയപ്പെട്ടു. അവർ വളരെ മുന്നിലാണ്. അവർ സംസ്കൃതം പഠിപ്പിക്കുന്ന ആളുകളാണ്. അറബി പഠിപ്പിക്കുന്നതിനേക്കാൾ നന്നായി സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്. ഇതെന്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അക്ഷര നിശ്ചയം. ഇപ്പൊ നമ്മൾ ആൺകുട്ടികളാണ് ഇതൊന്നും ശ്രദ്ധിക്കാതാണ് എല്ലാം വായിച്ചു പോകുന്നത്. പെൺകുട്ടികൾ അക്ഷരം അതിന്റെ ഏതാണ് അതിന്റെ കറക്റ്റ് പോയിന്റിലൂടെ മാത്രം പഠിച്ച് അവർ വരുന്ന ഒരു ശീലമല്ല, അതിന്റെ അത് ജന്മനാ കിട്ടുന്ന ഒരു കഴിവായിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ ഓർമ്മയിൽ നിൽക്കാനും പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഓർത്ത്, പണ്ട് കാലത്ത് നമ്മൾ സ്കൂളിൽ പോകാത്ത ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവർ പോലും നല്ല ഓർമ്മയിൽ നിന്ന് കറക്റ്റായി ഡേറ്റുകൾ വരെ ഓർത്ത് പറയും. പക്ഷേ നന്നായി പഠിച്ച പെൺകുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ ആ ഉമ്മ പറയുന്ന അനുസരിച്ച് കൃത്യതയോടെ പറയാൻ ചിലപ്പോൾ ഈ മക്കൾക്ക് കഴിയാതെയും വരുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് അനുഭവമുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസത്തിൽ വാക്കുകൾ ഉപയോഗിക്കുന്നതിനായാലും അതിൻ്റെ കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനായാലും സ്ത്രീകളാണ് മുന്നിൽ. പക്ഷേ യുക്തിയുടെ കാര്യങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങളിൽ അവർക്ക് ഒരല്പം പുറകോട്ട് പോകുന്നുണ്ട് പെൺകുട്ടികൾ. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ഈ പൊതുവിജ്ഞാനം എടുക്കുമ്പോൾ പുരുഷന്മാരാണ് മുമ്പിൽ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കാര്യത്തിൻ്റെ കുരുക്കഴിക്കണമെങ്കിലും പുരുഷനാണ് എളുപ്പം. സ്ത്രീകൾ അവിടെ വെമ്പിപ്പോവാണ്. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ കുരുക്കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സ്ത്രീകൾ കഴിയില്ല. അപ്പോൾ വലിയ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായാൽ അവർ പെട്ടെന്ന് പാനിക്കാകുക എന്ന് പറയും. പെട്ടെന്ന് അത് ഈ പുരുഷനെ കൂടി തന്നെ ഭയപ്പെടുത്തി ഒരു വിഷമാവസ്ഥ സ്വീകരിക്കുന്നുണ്ട്. അത് ഈ ഒരു ഈ ഒരു ശീലം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു വ്യത്യസ്തത കൊണ്ടാണ് അത് പറ്റുന്നത്. ഏത് കാര്യത്തിൻ്റെയും ഒരു പരിഹാരം കാണാൻ പുരുഷൻ എളുപ്പമാണ്. പക്ഷെ സ്ത്രീക്ക് അത് പറ്റില്ല. പറ്റാതെ വരികയും അവർ പുരുഷനെ തന്നെ ഈ കാര്യത്തിൽ സ്വാധീനിച്ച് ആ തീരുമാനം എടുക്കുന്നതിനെ വൈകിപ്പിക്കും. അതൊരു പ്രശ്നമാണ്. അത് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അത് അനുഭവിച്ചിട്ടവർക്കുള്ള അറിയാം. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഒരു അവസരത്തിൽ വിശദമായി പറയാം. സാർ, ഈ വിഷയങ്ങളിലൊക്കെ ഒരുപാട്, അതായത് പ്രത്യേകിച്ച് കുടുംബ കോടതിയിൽ വർഷങ്ങളായിട്ട് കൗൺസിലറായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ പേരിൽ അതായത് കോടതിയിലുള്ള കേസ് ലാസ്റ്റ് അത് പരിഹാരത്തിന് വേണ്ടി സാറിൻ്റെ മുന്നിലേക്കൊക്കെ വിടുന്നത്. അപ്പോൾ ഈ ഒരുപാട് അനുഭവങ്ങളാണ് സാറ്, ജീവിതാനുഭവങ്ങളാണ് നമ്മളെ മുന്നിൽ പങ്കുവെക്കുന്നത്. അല്ലാഹു തആല എല്ലാവിധമായ ഖൈറും നൽകട്ടെ. അസ്സലാമു അലൈക്കും.